ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോളോ എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് നമ്മൾ അത്യാവശ്യം വർക്കുകൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു സ്റ്റീരിയോ വരുന്നുണ്ട്. പഴയ വണ്ടിയാണ്. ആ സ്റ്റീരിയോ മാറ്റിയിട്ട് നമ്മൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സീറ്റ്, നമുക്കറിയാം, സീറ്റ് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പഴക്കമുണ്ട്, അഴുക്കുമായിട്ടുണ്ട്. ആ സീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഫുൾ ബ്ലാക്കിൽ നൂല് മാത്രം റെഡ് കളറിൽ കൊടുത്തിട്ട് ഡയമണ്ടും അതേപോലെ തന്നെ റൂള് മോഡലും കൂടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതേപോലെ ബാക്കിലേക്ക് നല്ലൊരു ക്യാമറ, അതും അപ്പ് മൗണ്ട് ക്യാമറ കേട്ടോ. നമ്പർ പ്ലേറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അപ്പ് മൗണ്ട് ക്യാമറ നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ ക്യാമറ, പിന്നെ സീറ്റ്. അപ്പോൾ സീറ്റിൻ്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ ഫ്രണ്ടിലൊരു സീറ്റിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ട് നല്ല സ്പോർട്ടി ലുക്കിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് തന്നെ നമ്മൾ ചെയ്തേക്കണേ. ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂളും. അതിൻ്റെ തൊട്ട് തന്നെ വേറൊരു സീറ്റുണ്ട്, അത് ഫുൾ ബ്ലാക്ക് റൂള് മോഡല്, അതേപോലെ തന്നെ അത് നൂലും ബ്ലാക്ക് തന്നെയാണ്. പക്ഷെ മറ്റേതിൻ്റെ നൂല് കൊടുത്തിരിക്കുന്നത് റെഡാണ്. അപ്പോൾ നല്ലൊരു സ്പോർട്ടി ലുക്ക് നമുക്ക് അതിന് വരുന്നുണ്ട്. അപ്പോൾ ഈ സീറ്റിൻ്റെ കൂടെ തന്നെ വേറൊരു വണ്ടിയുടെ സീറ്റിൻ്റെ വർക്കൗട്ട് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് എത്തിയോസിൻ്റെ സീറ്റാണ്. അത് എത്തിയോസ്, ടൊയോട്ടയുടെ എത്തിയോസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ സീറ്റാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ സീറ്റ് എന്ന് പറയുമ്പോൾ, പോളോന്റെ സീറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് അതിന്റെ ഫുൾ വർക്ക്. ഇത് ഫ്രണ്ടിലെ 2 സീറ്റിന്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇനി ഒന്നുകൂടി ഉള്ളിലേക്ക് ഒന്ന് വരാം. ഉള്ളിലേക്ക് നമുക്ക് ഇനി അതിൽ നമുക്ക് ചെയ്യാനുള്ളത് അതിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ മാറ്റിയിട്ട് 9 ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ ക്യാമറ, പിന്നെ സ്റ്റിയറിംഗ് കവർ, ഇത്തരം വർക്കും കൂടി നമുക്ക് ഇനി അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ ആ സീറ്റുകൾ കഴിഞ്ഞ് നമുക്കൊന്ന് കാണുന്നത് 2 സീറ്റിന്റെ ഒരുമിച്ച് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല സ്പോർട്ടി ലുക്കിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവറാണ്. അപ്പോൾ നമുക്കറിയാം ഡയമണ്ട് കട്ടും അതേപോലെ തന്നെ റൂള് മോഡലും അതുമ്മ നമ്മൾ ചെയ്തിരിക്കുന്നത് റെഡ് നൂലിട്ടിട്ട് ഡബിൾ സ്റ്റിച്ചും കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോർണറിൽ വരുന്നിടത്ത് ട്രിപ്പിൾ സ്റ്റിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ റൂളുമ്മ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് എത്തിയോസ് എന്ന് പറഞ്ഞ വണ്ടിയുടെ സീറ്റ് കവറാണ്. ഇതിന്റെ പ്രത്യേകത ഫുൾ ബ്ലാക്ക് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ മറ്റേത് വണ്ടിക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ബ്ലാക്കിൽ റെഡ് നൂലിട്ടിട്ടാണ്. അപ്പോൾ ഈ നമ്മൾ ശരിക്കും സീറ്റ് കവറിന് നമ്മൾ 1 ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട്. അതേപോലെ 1 ഇഞ്ച് ഫോം ഇട്ടിട്ടും കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. അതേപോലെ ഇതേ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതേ ആ പോളോയിലേക്ക് തന്നെ നമ്മൾ ഒരു സ്റ്റിയറിംഗ് കവർ, അത് ലെതറിന്റെ ഒരു സ്റ്റിയറിംഗ് കവർ. ലെതർന്ന് മാത്രമല്ല, അതുമ്പോൾ തന്നെ കാർബൺ കൂടി വരുന്ന ഒരു സ്റ്റിയറിംഗ് കവറാണ്. കാർബൺ മെറ്റീരിയലും കൂടി അതിൽ വരുന്നതാണ്. അപ്പം അതിന് ഇത്തിരി റേറ്റും കൂടുതലാണ്. പക്ഷെ നമുക്കത് പിടിക്കുമ്പോഴെല്ലാം നല്ല സോഫ്റ്റ് ആണ്. അതും കൂടി നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ സ്റ്റിച്ചിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ഈ സീറ്റ് കവർ സ്റ്റിയറിംഗ് കവർ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. ഇതാണ് കമ്പനിയിൽ ഉണ്ടായിരുന്ന സ്റ്റീരിയോ. ഇതാണ് ആ സ്റ്റീരിയോ മാറ്റിയിട്ട് ആണ് നമ്മൾ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിന്റെ വർക്ക് അവിടെ നടക്കണമുള്ള വർക്ക് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ സ്റ്റീരിയോ ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു പാനൽ വേണം. ആ പാനലാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതാണ് അതിന്റെ പാനൽ വരുന്നത്. അപ്പോൾ ഈ പാനലിലാണ് നമ്മൾ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യുന്നത്. കമ്പനി സെറ്റ് ഊരിയെടുത്ത് അവിടേക്ക് ആ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റീരിയോ കയറില്ല. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ ചുറ്റും വരുന്ന പാനലും കൂടി നമ്മൾ മാറ്റിയിട്ട് വേണം സെറ്റ് ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് സ്നാപ്ട്രോണിക്സിന്റെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി 1 ഇയർ നമുക്ക് വാറണ്ടിയും വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ്. ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. അതും ക്യാമറയും കൂടി. ക്യാമറ ഞാൻ നേരത്തെ പറയുന്ന അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ അത് നമ്മൾ ബമ്പറിൽ ഹോൾ അടിച്ച് പിടിപ്പിക്കുന്നത് തന്നെയാണ്. പക്ഷെ അത് റൗണ്ട് ആയിട്ടുള്ള ഹോൾ, ബട്ടൺ ക്യാമറ അല്ല, അപ്പ് മൗണ്ട് ക്യാമറയാണ്. അപ്പോൾ ഇതേ സ്റ്റിയറിംഗ് കവറിന്റെ സ്റ്റിച്ചിങ് അവിടെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് തന്നെ നമ്മൾ സ്റ്റിയറിംഗ് കവർ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതേ നമ്മുടെ സീറ്റിന്റെ വർക്കും അവിടെ കഴിഞ്ഞിട്ട്. സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് കവർ തന്നെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ക്യാമറയുടെ കാര്യം ഞാൻ നേരത്തെ 2-3 പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇതേ അപ്പ് മൗണ്ട് ക്യാമറ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ബട്ടൺ ക്യാമറയാണ് തൊട്ട് മുകളിൽ ബമ്പർമ ഹോൾ അടിച്ചിട്ട് വേണം. ഇതും ബമ്പർമ ഹോൾ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ കാണുന്ന ഭാഗത്ത് തന്നെ ഒരു ബട്ടൺ ടൈപ്പ് ക്യാമറ വരാം. ശരിക്കും നമ്മളതിന്റെ മുകളിൽ ബമ്പർമ തന്നെ ബമ്പറിന്റെ പരന്ന് കിടക്കുന്ന ഭാഗത്ത് ഹോൾ അടിക്കും. ഇത് നമ്മൾ ഉൾഭാഗത്താണ് ഹോൾ അടിച്ചിരിക്കുന്നത്. അതിലാണ് നമ്മൾ അപ്പ് മൗണ്ട് ക്യാമറ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഇതേ 9 ഇഞ്ചിന്റെ പാനലിലേക്ക് ഇതേ നമ്മുടെ സ്റ്റീരിയോ നമ്മളിതേ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റീരിയോ വണ്ടിയിൽ കണക്ട് ചെയ്തിട്ടും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്കൊന്ന് കാണാം. ശരിക്കും വീഡിയോ കാണാനായാലും അതേപോലെ തന്നെ റിവേഴ്സ് കാണാനായാലും 9 ഇഞ്ചിന്റെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നല്ല ക്ലാരിറ്റിയിൽ നമുക്കത് കാണാൻ സാധിക്കും.
ഇപ്പൊ നമ്മുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റീരിയോ ഒന്ന് വർക്ക് ചെയ്യിച്ച് കാണാം. അതേപോലെ തന്നെ ക്യാമറയുടെ വർക്കിംഗ് നമുക്കൊന്ന് കാണാം. അതിലൊരു വീഡിയോ പ്ലേ ചെയ്തും കാണാം. അപ്പോൾ കണ്ട 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ശരിക്കും പാനല് നമ്മുടെ ഡാഷ്ബോർഡിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സെപ്പറേറ്റ് ഒരു ചാടി നിൽക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് ഏച്ച് കൂട്ടി ഫിറ്റ് ചെയ്ത പോലെ ഒന്നല്ല, കറക്റ്റായിട്ട് ചേർന്ന് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എല്ലാ വണ്ടികൾക്കും ഇത് സാധിക്കില്ല കേട്ടോ. ഇപ്പോൾ എത്തിയോസിലാണ് നമ്മളിത് 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് കയറി നിൽക്കാം. ഈ ക്യാമറയുടെ പ്രത്യേകത നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അത്രയ്ക്ക് വൈഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് ഭാഗം നിങ്ങൾ നോക്കിയാൽ അത്രയും വൈഡായിട്ട് കാണാൻ പറ്റും. ഇപ്പൊ ഒരു ലൈൻസ് പോലെ വരുന്നുണ്ടല്ലോ, നെറ്റ് പോലെ വരുന്നത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വരുന്നതാണ് കേട്ടോ. നമുക്ക് നേരിട്ട് അതിൽ കാണുമ്പോൾ ഒരു ലൈനും ഒന്നും ഉണ്ടാവില്ല. ഇതാണ് അതിലുണ്ടായിരുന്ന സ്റ്റീരിയോ ആൽപൈൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റീരിയോ കേട്ടോ. ആൽപൈൻ എന്ന് പറയുമ്പോൾ നല്ലൊരു കമ്പനിയാണ് കേട്ടോ ആൽപൈൻ എന്ന് പറഞ്ഞ കമ്പനി. അതിന്റെ സ്റ്റീരിയോ ആണ് അതിലുണ്ടായിരുന്നത്. ആ സ്റ്റീരിയോ മാറ്റിയിട്ടാണ് നമ്മളിത് 9 ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മുടെ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ഫോണിൽ നിന്ന് നമ്മുടെ ഹോട്ട്സ്പോട്ട് വഴിക്ക് വൈഫൈ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ആപ്പുകളും നമുക്ക് അതിൽ ഡൗൺലോഡ് ചെയ്യാം. അത് കൂടാണ്ട് ഗൂഗിൾ മാപ്പ് അതേപോലെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ക്യാമറ നമ്മളതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സീറ്റ് കവർ, അതേപോലെ 9 ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ അപ്പ് മൗണ്ട് ക്യാമറ ഒരെണ്ണം ആഡ് ചെയ്തു. ഇത്രയും വർക്കാണ് നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സീറ്റ് അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് നമ്മൾ ചെയ്തു. നല്ല സ്പോർട്ടി ലുക്ക് വരാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ്. അതേപോലെ സ്റ്റിയറിംഗ് കവർ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിയറിംഗ് കവർ നമ്മൾ കാർബൺ ടൈപ്പ് സ്റ്റിയറിംഗ് കവറാണ് സ്റ്റിച്ച് ചെയ്തത്. വെച്ചാൽ ലെതറും കാർബണിന്റെ ഒരു മെറ്റീരിയലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് കവറാണ് നമ്മൾ അതിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. നമ്മൾ പഴയ വണ്ടി ആയാലും പുതിയ വണ്ടി ആയാലും നമ്മുടെ വയർ കട്ടിംഗ് ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ബാക്കിലെ ക്യാമറ നമ്മുടെ അപ്പ് മൗണ്ട് ക്യാമറയാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഞാനത് പറഞ്ഞത് തന്നെയായിരുന്നു. അത് മാത്രമല്ല നല്ല വൈഡായിട്ട് കാണാവുന്ന നല്ലൊരു അടിപൊളി ക്യാമറ നമ്മളതിൽ ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വേറെ കാര്യം അറിയാം. നമുക്ക് ഇതേപോലെ തന്നെ നമ്മൾ ഈ പോളോന്റെ ഇഷ്ടം പോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വേറെ എടുക്കുന്നുണ്ട് കേട്ടോ. സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ വേറെ പല വണ്ടികൾ 10,000-ഓളം വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മാത്രം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഓക്കെ, ബൈ.